ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഫ്താറിലേക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇതിന് നന്നായി കുറുക്കിയതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്കൊരു മിക്സിയിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് മുട്ടയുടെ സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് 2-3 തുള്ളി വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടിയാണെങ്കിലും മതി. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് മൈദാപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മൈദാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് ബാറ്റർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കേക്ക് ടിന്നിലേക്ക് നെയ്യ് പുരട്ടിയതിന് ശേഷം ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഫുള്ളും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ച് കാഷ്നട്ടും ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് സ്പ്രെഡ് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ആവി കയറ്റി എടുക്കണം. ഒരപ്പച്ചമ്പിലേക്ക് ഈ കേക്ക് ടീന് ഇറക്കി വെക്കാം. ഒരു 40-45 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം. ഒരു 45 മിനിറ്റിന് ശേഷം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു വട്ടയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.